വിദേശ പഠനത്തിന് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥി എന്തൊക്കെ ശ്രദ്ധിക്കണം? ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം? ഏത് യൂണിവേഴ്സിറ്റി, ഏതൊക്കെ പ്രവേശന പരീക്ഷകൾക്ക് തയ്യാറെടുക്കണം? ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന്റെ ഉദ്ദേശ വിവരണം എങ്ങനെ എഴുതണം? ഇങ്ങനെ കടമ്പകളേറെയാണ്. പക്ഷേ ശരിയായ മാർഗനിർദ്ദേശം ലഭിക്കുകയാണെങ്കിൽ ഇത് തികച്ചും എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നാണ്. എന്തിനാണ് നിങ്ങൾ വിദേശ പഠനം തിരഞ്ഞെടുക്കുന്നത്? നല്ല ജോലി, അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റ്, അതുമല്ലെങ്കിൽ വിദേശ സർവകലാശാലകളിലെ പഠനം? ഇതിനൊക്കെ വ്യക്തമായ ഉത്തരം ഓരോ വിദ്യാർത്ഥിക്കും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഉദ്ദേശിക്കുന്ന സർവകലാശാലയിലും ഇഷ്ടപ്പെടുന്ന കോഴ്സിലും നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. വിദേശത്ത് ജോലി നേടുകയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ മികച്ച ജോലി കണ്ടെത്തുക അത്ര എളുപ്പമല്ല എന്ന വസ്തുത ഓർക്കുകയും വേണം. ചിലപ്പോൾ ക്ഷമയോടെ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു പ്ലാൻ ബി മനസ്സിൽ കരുതി വെക്കുന്നത് വളരെ നല്ലതാണ്. വിദേശ പഠനം ഓരോ വിദ്യാർത്ഥികൾക്കും നൽകുന്ന അനുഭവം വ്യത്യസ്തമായിരിക്കും. പക്ഷേ നിങ്ങളെ പറ്റിക്കാനായി പഠനവും ജോലിയും ഒരുമിച്ച് നടത്താം, അല്ലെങ്കിൽ കുറഞ്ഞ ഫീസിൽ മികച്ച വിദേശ പഠനം നടത്താൻ സാധിക്കും തുടങ്ങിയ രീതിയിൽ സംസാരിക്കുന്നവർ ഏറെയാണ്. ഇത്തരക്കാരുടെ വലയിൽ വീഴാതിരിക്കാൻ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾ ലക്ഷ്യമാക്കുന്നത് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയാണോ അതോ PhD ആണോ? ഉടനടി ഒരു ജോലിയല്ല ഉദ്ദേശമെങ്കിൽ PhD ആണ് നല്ലത്. കാരണം ഗവേഷണത്തിനുള്ള അവസരങ്ങളിൽ ലഭ്യമാകുന്ന ഫണ്ടുകളും മികച്ചതാണ്. ഒരുപക്ഷെ 4 വർഷത്തെ ബിരുദമായിരിക്കാം വിദ്യാർത്ഥികൾ ലക്ഷ്യം വെക്കുന്നത്. കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായ ധാരണ ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ഇമിഗ്രേഷൻ നിയമങ്ങളും കടുത്തു വരികയാണ്. അതിനാൽ വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇഷ്ടജോലി നേടാൻ ഏത് മേഖലയിലെ കോഴ്സുകളാണ് സഹായമാവുക എന്ന് വിദഗ്ധരുടെ സഹായത്തോടെ കണ്ടെത്തണം. അപേക്ഷകൾ സമർപ്പിക്കാൻ ഒരുപാട് പണവും സമയവും ആവശ്യമാണ്. അതിനാൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പാഠ്യപദ്ധതിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണം. കാരണം പേരിൽ സാമ്യമുള്ള പാഠ്യപദ്ധതികളിലെ സ്പെഷ്യലൈസേഷൻ വ്യത്യസ്തമാകാനുള്ള സാധ്യതകളും കൂടുതലാണ്. സർവകലാശാലയുടെ വെബ്സൈറ്റുകളിലൂടെ വിവരങ്ങൾ ശേഖരിക്കുക. സർവകലാശാലകളുടെ ആഗോള റാങ്കിംഗ് പരിശോധിക്കുക. ദ ടൈംസ് എയർ എഡ്യൂക്കേഷൻ, QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ്, ഷാങ്ഹായ് റാങ്കിങ്സ് എന്നറിയപ്പെടുന്ന അക്കാദമിക് റാങ്കിംഗ് ഓഫ് വേൾഡ് യൂണിവേഴ്സിറ്റീസ് എന്നിവ പരിശോധിക്കണം. റാങ്കിംഗ് അടിസ്ഥാനമാക്കി ഗവേഷണത്തിന് പേരുകേട്ട സർവകലാശാലകളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കരിയർ ശ്രദ്ധിക്കാൻ സാധിക്കും. മാത്രമല്ല ഇവ ഗവേഷണത്തിനായുള്ള ഗ്രാന്റുകളോ സ്കോളർഷിപ്പുകളോ നൽകുന്നുണ്ടോ എന്നും പരിശോധിക്കണം. വിദ്യാർത്ഥികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സർവകലാശാലകളുടെ അഡ്മിഷൻ ഓഫീസറുമായി ഇമെയിലിൽ ബന്ധപ്പെടണം. അതോടൊപ്പം വിദ്യാർത്ഥികൾ നടത്തുന്ന ബ്ലോഗുകൾ സന്ദർശിച്ച് അവിടെ പഠിക്കുന്നതോ പൂർവ്വ വിദ്യാർത്ഥികളുമായോ ബന്ധപ്പെടാൻ ശ്രമിക്കുക. പ്രൊഫസർമാരുമായും നിങ്ങൾക്ക് ഇത്തരത്തിൽ ബന്ധപ്പെടാൻ സാധിക്കും. വിദ്യാർത്ഥികളുടെ കോഴ്സുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തുള്ള സർവകലാശാലകൾ തിരഞ്ഞെടുക്കുക. കാരണം അവിടങ്ങളിൽ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇനി വേണ്ടത് വിദ്യാർത്ഥികൾ അനുയോജ്യമായ സർവകലാശാലകൾ എന്നിവ തിരഞ്ഞെടുക്കുകയാണ്. ഇതിൽ ആദ്യത്തേത് ആഗോള റാങ്കിങ്ങിലോ പ്രാദേശിക റാങ്കിങ്ങിലോ ഉള്ള ആദ്യത്തെ 10 എണ്ണത്തിൽ ഉൾപ്പെട്ടവയാകും. ഇവിടെ പ്രവേശനം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. രണ്ടാമത്തെ വിഭാഗം നല്ല അക്കാദമിക് നിലവാരം പുലർത്തുന്നവയും നല്ല പഠനാന്തരീക്ഷം ഉള്ളവയുമായിരിക്കും. അവസാനത്തേതിൽ ഉൾപ്പെട്ടവ ആദ്യത്തെ 50 റാങ്കിങ്ങിനുള്ളിൽ വരുന്നവയും നല്ല പഠന സൗകര്യങ്ങൾ ഉള്ളവയുമായിരിക്കുമെന്നും വിദഗ്ധർ പറയുന്നു. എവിടെ അപേക്ഷിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സർവകലാശാലകളെ അവയുടെ പ്രവേശന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു താരതമ്യം നടത്തുക. മുൻവർഷത്തെ ടോഫൽ, എലൈറ്റ്സ് അല്ലെങ്കിൽ GRE GMAT സ്കോറുകൾ, കോഴ്സിന്റെ റാങ്കിംഗ്, പ്രൊഫസർമാരുടെ യോഗ്യത, അന്താരാഷ്ട്ര അംഗീകാര പഠനത്തിനായി വരുന്ന ചെലവ്, താമസ സൗകര്യം എന്നിവ കണക്കിലെടുക്കുക. നിങ്ങൾ വിദേശ പഠനം നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? യോഗ്യതാ പരീക്ഷകളിൽ മികച്ച വിജയമാണ് ഉറപ്പാക്കേണ്ടത്. GRE GMAT, ടോഫൽ, എലൈറ്റ് തുടങ്ങിയ പരീക്ഷകളിൽ നല്ല സ്കോർ നേടുകയും വേണം. സ്വന്തം ശൈലിയിൽ നല്ല സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് തയ്യാറാക്കുകയും ചെയ്യുക. അതിനുശേഷം തനിക്ക് യോജിച്ചത് ഏതാണെന്ന് കൃത്യമായി തെരഞ്ഞെടുത്ത് അപേക്ഷ സമർപ്പിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം.